ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയാലോ. അപ്പോൾ അതിന് വേണ്ടി 3 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് വെള്ളം മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മാഷർ വെച്ചോ അല്ലെങ്കിൽ ഇതേപോലത്തെ കുഴി സ്പൂൺ വെച്ചോ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒറിഗാനോ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തപ്പോൾ നല്ല ചൂടോടെ തന്നെയാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. ചെറിയ ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുന്നതും. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന രീതിയിൽ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നമുക്ക് ആദ്യം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പതിയെ പരത്തി കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി റോളർ വെച്ച് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നത്. ചെറിയൊരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഭാഗം നമുക്ക് വീണ്ടും കുഴച്ച് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നീളത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മാവെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴേ ഇതേപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ വശവും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണിത്. ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇതേപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. 3 പ്രാവശ്യമായിട്ട് ഇട്ടാണ് ഞാൻ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പി ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം നല്ല കോംബോയാണ്. അങ്ങനെ നമ്മുടെ ജപ്പാൻകാരുടെ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.